ഇറാനെ ആക്രമിക്കാൻ ഖത്തറിൻ്റെയും സൗദി അറേബ്യയുടെയും ഭൂമി വിട്ടു നൽകില്ലെന്ന് ഔദ്യോഗികമായിട്ട് തന്നെ അമേരിക്കയെ അറിയിച്ചിരിക്കുകയാണ് രണ്ട് രാജ്യങ്ങളും. നിലവിൽ രണ്ടാം ഘട്ട യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനോടനുബന്ധിച്ചാണ് അറേബ്യൻ രാജ്യങ്ങൾ അവരുടേതായിരിക്കുന്ന നിലപാട് പറഞ്ഞത്. വലിയ ആക്രമ കാര്യങ്ങളൊക്കെ തങ്ങൾക്ക് നേരെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് UAE ഇസ്രായേലുമായിട്ട് സഹകരിച്ച് പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനിടയിലാണ് ഖത്തറിൻ്റെയും സൗദിയുടെയും അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായത്. ഏറ്റവും വലിയ സൈനിക ബേസ് സ്ഥാപിക്കപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് ഖത്തർ. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും ഇറാന് നേരെ ആക്രമണം നടത്തിയത് എന്ന് ഇറാൻ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ സ്ഥിരമായിരിക്കുന്ന ഒരു ബേസ് സൗദി അറേബ്യയിൽ ഇല്ലെങ്കിലും സൗദി അറേബ്യയുടെ എയർപോർട്ട് അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് താൽക്കാലികമായി വിട്ടുകൊടുക്കുന്ന പ്രവൃത്തികൾ ചെയ്യാറുണ്ട്. ഇപ്പോഴും അത് ചെയ്തിട്ടുണ്ട്. അത്തരം എയർപോർട്ടിന് നേരെ കർജ് പ്രവർത്തിക്കുന്ന സുൽത്താൻ എയർബേസിന് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തി 2 വിമാനങ്ങൾ തകർക്കപ്പെടുകയും ഒട്ടേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. വല്ലാത്ത രീതിയിൽ സൗദി അറേബ്യയും അമേരിക്കയും ഒരേപോലെ തന്നെ പ്രയാസപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതിനുള്ള പ്രത്യാക്രമണം അല്ലെങ്കിൽ പ്രതിരോധമാണ് തങ്ങൾ ഉണ്ടാക്കിയത്. അമേരിക്ക അവിടുന്ന് ഒഴിഞ്ഞു പോകുന്നതോടുകൂടി പ്രശ്നം അവസാനിക്കുകയും ചെയ്തു എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം. എന്നാൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യ പ്രതികരണം നടത്തിയിട്ടില്ല. ആ വിഷയങ്ങൾ ഏറെക്കുറെ അവസാനിച്ചു. ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. പിന്നീട് പരസ്യമായിരിക്കുന്ന അല്ലെങ്കിൽ ഈ കഠിനമായിരിക്കുന്ന ഒരു ആക്രമണം അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഇറാന് നേരെയോ ഇറാൻ്റെ ഭാഗത്ത് തിരിച്ചോ ഉണ്ടായിട്ടില്ല. എന്നാൽ ഹോർമൂസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും സംഘർഷാവസ്ഥ നടക്കുന്നു. ഇപ്പോഴും കപ്പലുകൾ പിടിക്കുന്നു, വെടിവെപ്പ് നടക്കുന്ന വിവരങ്ങളും അങ്ങനെ പല രീതിയിലുള്ള സംഘർഷാവസ്ഥയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കരാറിൻ്റെ ഭാഗമല്ല എന്ന് അമേരിക്ക പറയുന്നു. എന്നാൽ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഒരു യുദ്ധസമാന സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് എല്ലാത്തിനും ബാധകമാണ്. അമേരിക്ക കരാർ ലംഘിക്കുകയാണ്, അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ തിരിച്ചടിച്ചത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. ഇന്നലെ തന്നെ ഒരു കപ്പൽ, അമേരിക്കയുടെ കപ്പൽ കത്തിയിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് യുദ്ധം വരികയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ശക്തമായിരിക്കുന്ന യുദ്ധം നടക്കുക ഇസ്രായേലിൽ നിന്നാണ്. എന്നാൽ അറേബ്യൻ രാജ്യങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിവരം പുറത്തു വന്നതോട് കൂടിയിട്ടാണ് കൃത്യമായിരിക്കുന്ന ചില നിലപാടുകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഖത്തറും സൗദി അറേബ്യയും അറിയിച്ചത്. ഭൂമി ഉപയോഗിച്ചോ, തങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആകാശം ഉപയോഗിച്ചോ അതുമല്ലെങ്കിൽ കടൽ ഭാഗം ഉപയോഗിച്ചോ ഒരിക്കൽ പോലും ഇറാനെ ആക്രമിക്കാനുള്ള അവസരങ്ങളോ സാഹചര്യങ്ങളോ തങ്ങൾ സൃഷ്ടിക്കുകയില്ല. അത്തരം കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഭൂമിയെ ഒഴിവാക്കി തരണം അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തെ ഒഴിവാക്കി തരണം എന്ന് 2 രാജ്യങ്ങളും പറഞ്ഞു. അതിൽ ചില നിർദ്ദേശങ്ങൾ ഖത്തറിൻ്റെതായിരിക്കും വന്നിരിക്കുന്ന നിർദ്ദേശങ്ങളാണ്. ആദ്യഘട്ടത്തിൽ കരാർ വ്യവസ്ഥകൾ വെച്ചിരിക്കുകയാണ് അമേരിക്കയ്ക്ക് മുമ്പിൽ. അമേരിക്കയുടെ ബേസ് ഉപയോഗിക്കരുത്, അമേരിക്കയുടെ ബേസ് ഖത്തറിൽ നിന്ന് ഇറാനെതിരെ ഉപയോഗിക്കരുത്. എന്നാൽ അവരുടെ പ്രാദേശികപരമായിരിക്കുന്ന വിഷയത്തിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് വിരോധമില്ല. പിന്നെ അഥവാ ബേസ് നിലനിർത്തും, യുദ്ധ സംവിധാനങ്ങൾ പ്രതിരോധിക്കും, സംവിധാനങ്ങൾ തടയും. പ്രതിരോധ രംഗത്തുള്ള സഹകരണം അമേരിക്കയും ഖത്തറുമായിട്ടുള്ള സഹകരണം നിലനിൽക്കും. അതിന് വിഷയകാര്യങ്ങളൊന്നുമില്ല. റഡാർ, മിസൈല്, ഇൻ്റർസെപ്ഷൻ ഇവയെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നതിനോ അവർക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നതിനോ ഞങ്ങൾ വിലക്കേർപ്പെടുത്തിയിട്ടില്ല. ലോജിസ്റ്റിക്, റീഫുവൽ, കോർഡിനേഷൻ ഈ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് നിലപാടുകൾ. അത്തരം പ്രവർത്തികളൊക്കെ അമേരിക്ക അവരുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ആ വിഷയത്തിലൊന്നും തങ്ങൾ ഇടപെടുകയില്ല എന്ന് ഖത്തർ പറയുന്നു. ഇറാനുമായി ഖത്തർ ബാക്ക് ചാനൽ ഡീൽ നടന്നിട്ടുണ്ട് എന്ന് ചില പടിഞ്ഞാറ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അഥവാ ഒന്നാം ഘട്ട യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിലൊന്നും ഈ ഖത്തറിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ തമ്മിലൊരു ഡീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതായിരുന്നു അവർ സ്ഥാപിക്കപ്പെട്ടത്. അല്ലെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ട് ചെയ്തതിന് ഖത്തർ പ്രതിരോധിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇറാനുമായി അത്തരം ഒരു ചാനൽ ഡീല് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. തങ്ങൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്, തങ്ങളുടെ രാജ്യത്തെ വെച്ച് പ്രതിരോധിച്ചിട്ടുണ്ട്. അറേബ്യൻ രാജ്യത്ത് ഉടനീളം ആക്രമണം നടത്തിയിട്ടുണ്ട്, രാജ്യങ്ങളിലെല്ലാം അവർ പ്രതിരോധം നടത്തിയിട്ടുണ്ട്. അത് ചെയ്ത പ്രവർത്തികൾ ശരിയല്ല എന്ന് ഇറാൻ ഞങ്ങൾ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡീല് കാര്യങ്ങളൊന്നും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ഖത്തർ ചെയ്യാത്തതാണ്, അത് അങ്ങനെ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു. ഖത്തർ തങ്ങളുടെ ഭൂമി സംരക്ഷിക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് അമേരിക്ക അതിനൊരു വിഘാതം സൃഷ്ടിക്കുകയാണെങ്കിൽ അവർ അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് തങ്ങൾ ഔദ്യോഗികപരമായിട്ട് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തർ പ്രതികരിച്ചത്. സൗദി അറേബ്യയുടെ ഡീലിംഗ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അവർ വിശദീകരിച്ചു. ഡീലിംഗ് എന്ന് പറഞ്ഞാൽ ഇറാൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ട് ഇനി എങ്ങനെയാണ് സഹകരിക്കേണ്ടത് എന്നുള്ളതാണ്. അമേരിക്കയുമായി സുരക്ഷാ ബന്ധം നിലനിർത്തും.
ഇറാനുമായി നേരിട്ടുള്ള ബന്ധം ഒഴിവാക്കും. പക്ഷേ ഇറാൻ സൗദിയെ കൂടുതൽ ആക്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനം ആലോചിച്ച് തങ്ങൾ ചെയ്യും. ഇനി ബാക്കിയുള്ള അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അമേരിക്കയെയും ഇറാനെയും ഒരേ സമയം തങ്ങൾക്ക് കൈവിടാനാവില്ല, ഒരേ സമയം സ്വീകരിക്കാനാവുകയില്ല. അറേബ്യൻ രാജ്യങ്ങളെ കുഴക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. ഇറാനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഏത് തരത്തിൽ നോക്കുകയാണെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു സംരക്ഷണം ആവശ്യപ്പെടാൻ അവർക്ക് മാത്രമേ സാധിക്കൂ. ഫലസ്തീൻ വിഷയവുമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇത്രയും കൃത്യതയോടുകൂടി ഒരു നിലപാട് പറഞ്ഞുകൊണ്ട് അതിന് തങ്ങളുടെ ആത്മീയ നേതാവിനെ പോലും ബലി കൊടുത്ത ഒരു ചരിത്രം ലോകത്തിന് നിലവിലെ വർത്തമാനകാലത്ത് പറയാനില്ല. അയത്തുള്ള അലി ഖംനായി എന്ന് പറഞ്ഞാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ച വ്യക്തിയാണ്. ഇവിടെ കൂട്ടുന്ന സമയത്ത് 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതോടനുബന്ധിച്ച് തുടങ്ങപ്പെട്ട യുദ്ധത്തിൻ്റെ തുടർച്ചയാണ് 2026 ഇപ്പോൾ നമ്മൾ മെയ് മാസത്തിൽ നിൽക്കുന്ന സമയത്ത് തുടർന്ന് വരുന്നത്. അപ്പോൾ ഒന്നിൻ്റെ തുടർച്ചയാണ്. അടിസ്ഥാനം ഫലസ്തീനാണ്. ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും രൂക്ഷമായി തന്നെ ഇവിടെ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം ഫലസ്തീൻ വിഷയം ചർച്ച ചെയ്യാത്ത രാജ്യങ്ങളും അതിൻ്റെ ആന്തരികപരമായിരിക്കുന്ന വിഷയപ്രശ്നങ്ങളും കൃത്യതയോടും വ്യക്തതയോടും കൂടിയിട്ട് പഠിക്കാനുള്ള അവസരവും മനസ്സിലാക്കാനുള്ള അവസരം യഥാർത്ഥത്തിൽ ഈ അക്രമം കൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളത് ആൻ്റണി ഗുട്ടറസ് UN സെക്രട്ടറി ജനറൽ പറഞ്ഞതിൻ്റെ കാര്യത്തെക്കുറിച്ചുള്ള പരാമർശവും ഈ സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് വന്നതായിരിക്കുന്ന വിവരം പുറത്തു വരികയാണ്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ രണ്ടാം ഘട്ട യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യതകൾ അറേബ്യൻ കാഴ്ചപ്പാട് തീരെ കുറവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ജയിച്ചെടുക്കാൻ നിലവിൽ സാധിക്കുകയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് നിരന്തരം വിളിച്ചു പറയുന്ന ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് അവരേത് തരത്തിലാണ് പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഭരണ സംവിധാന കാര്യങ്ങൾ താഴെ വീഴുന്ന ഒരു സാഹചര്യം വന്നാൽ അഥവാ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു യുദ്ധ രീതിയാണ് മാറുന്നതെങ്കിൽ രണ്ടും കൽപ്പിച്ച ഒരു യുദ്ധമായിരിക്കും ഇറാൻ്റെ ഭാഗത്തുണ്ടാവുക. അതിൻ്റെ പ്രതിഫലനം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പോലും സാധിക്കാത്ത വിധം മുറിവേൽക്കും എന്നുള്ള അഭിപ്രായം തന്നെയാണ് നിലവിലിപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾക്ക് തന്നെ ഉള്ളത്. ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ഇനി അവരുടെ മൊസാദ് സംഘമാണെങ്കിലും രണ്ട് രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗമാണെങ്കിലും ഇറാനെ മനസ്സിലാക്കുന്ന കാര്യത്തിലും ഇറാനെ പഠിച്ച കാര്യത്തിലും പരാജയമാണ്. ഇത്രത്തോളം അവർക്ക് ആയുധശേഷിയും ശക്തിയും അവർക്ക് അവരുടെ മേഖല കൃത്യതയോട് കൂടിയിട്ട് സംരക്ഷിക്കാൻ സാധിക്കുകയും അത് ഒളിപ്പിച്ചു വെക്കാനുള്ള മേഖല കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഇവരെല്ലാവരും പരാജയപ്പെട്ടു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറ്റപ്പെടുത്തുകയാണ്. ഇസ്രായേൽ മൊസാദിനെ കുറ്റപ്പെടുത്തുന്നു, അമേരിക്ക ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നു, അമേരിക്ക ഇസ്രായേലിനെയും ഇസ്രായേൽ മൊസാദിനെയും കുറ്റപ്പെടുത്തുന്നു. അമേരിക്ക ആണെങ്കിൽ രണ്ട് തരത്തിൽ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ പാളിച്ച ഉണ്ട് എന്ന് പോലും പറയുന്നത്. അതായത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഗൗരവപരമായ രീതിയിൽ ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് പോലും അതിൻ്റെ യാഥാർത്ഥ്യപരമായിരിക്കുന്ന ആന്തരിക പ്രശ്നങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യില്ല. വലിയ പ്രശ്നങ്ങൾ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അത് ലോകം അറിയാത്തത് കൊണ്ടാണ് അതങ്ങനെ ഒതുങ്ങിപ്പോവാണ്. കാര്യം അമേരിക്കയും ഇസ്രായേലും തമ്മിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ലോകം അത് ആഘോഷിക്കും എന്നറിയാവുന്നത് കൊണ്ട് ബുദ്ധിപരമായ രീതിയിൽ തന്നെയാണ് നീക്കുപോക്കൽ നടത്തിയത് എന്ന് ചുരുക്കം. അമേരിക്കയ്ക്ക് അറേബ്യൻ മേഖലയിൽ സ്വാധീനമുണ്ടാക്കിക്കൊണ്ട് സാമ്പത്തിക രംഗത്തൊക്കെ വലിയ രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നത് കൂടി ഉദ്ദേശമായിരുന്നു. അതെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും കൂടുതൽ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുമുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ യഥാർത്ഥത്തിൽ ഇത്രയും കാലം ഇറാൻ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇറാൻ ഇടം തേടിയിരിക്കുന്നു. അത് ഒന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലക്ക് അവർക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനക്കൊരു യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു എതിർപ്പുണ്ടാവില്ല. കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഒരു ഏകാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഈ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ തീരുമാനം എടുക്കുകയാണ്. അമേരിക്ക അങ്ങനെ തന്നെയാണ്. അമേരിക്ക പറയുന്ന സമയത്ത് ജനാധിപത്യ രീതിയാണ് എന്ന് പറയും. പ്രസിഡന്റ് സ്ഥാനം അധികാരത്തിലേറി കഴിഞ്ഞാൽ പിന്നെ ഏകദേശം പ്രസിഡൻഷ്യൽ ഏകാധിപത്യ സംവിധാനത്തിലൂടെയാണ് അമേരിക്കയുടെ കഴിഞ്ഞുപോയ എല്ലാ പ്രസിഡന്റുമാരും ഭരണം നടത്തിയത്. അതിന് പ്രത്യേകമായിരിക്കുന്ന പ്രൊട്ടക്ഷൻ അവർക്ക് നൽകുന്ന 2 മാസമൊക്കെ ഒരാളോടും ചോദിക്കാതെ ഒരു പാർലമെൻറ്റും ചർച്ച ചെയ്യാതെ വ്യക്തിപരമായ രീതിയിൽ തന്നെ ഒരു യുദ്ധം നയിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് അത് ഗൗരവപരമായിരിക്കുന്ന വിഷയം തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ വളരെ കൃത്യതയോടുകൂടി ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടമാണ് ഇറാൻ്റേത്. അവരുടെ ഭരണകൂടവും ആത്മീയ നേതാക്കളും അല്ലെങ്കിൽ ആത്മീയ സംവിധാനങ്ങളും മതപരമായിരിക്കുന്ന മേഖലയും രാഷ്ട്രീയ മേഖലയും സംയോജിച്ചുകൊണ്ട് ഏകോപനത്തോടു കൂടിയാണ് അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്തത്. അതാണ് ഏറ്റവും കൂടുതൽ മുറിപ്പാട് അവർക്കുണ്ടാക്കിയതിൽ പ്രധാനമായിരിക്കുന്ന
ഈ വിഷയമായിട്ട് പറയുന്നത് ഇത് തന്നെയാണ്. ഒരു ഏകോപനം ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഖത്തറിൻ്റെയും സൗദി അറേബ്യയുടെയും നിലപാട് തീർച്ചയായിട്ടും വരാൻ ഒരു യുദ്ധം വരികയാണെങ്കിൽ അതിൽ നിർണായകമായിരിക്കും. അമേരിക്കയ്ക്ക് എളുപ്പമാവില്ല. ഇറാഖിനെ ആക്രമിച്ച പോലെ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പം തന്നെ അമേരിക്ക ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു, ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. അതിനെ അതിജീവിച്ചുകൊണ്ട് ഇറാനെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. പരാജയം അവരുടെ മുൻപിൽ തന്നെ അവരെ മുൻപിൽ തന്നെ പ്രത്യക്ഷമായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.